ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നവോദയ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വോളിയം ആൻഡ് കപ്പാസിറ്റി പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഹൂസ് വൺ എഡ്ജ് ഈസ് 8 സെൻറ്റിമീറ്റർ? അപ്പോൾ 8 സെൻറ്റിമീറ്റർ, ഒരു വശം 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബിൻ്റെ വോളിയം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വ്യാപ്തം എന്ന് പറയും. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ക്യൂബ് ആയതുകൊണ്ട് സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്, 3 സൈഡ് കാണും. ഇതല്ലേ ഈ ക്യൂബിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, ഇത് മൂന്നുമാണ് സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡായിട്ട് വരുന്നത്. അതായത് നീളം, ഉയരം, വീതി, ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പം ഇവിടെ ഒരു എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു എഡ്ജ് 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം 8 ഇൻറ്റു 8 ഇൻറ്റു 8, അപ്പോൾ 8 ഇൻറ്റു 8 64 ഓൾറെഡി നമുക്കറിയാം. 64 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 512 വരും. 512 സെൻറ്റിമീറ്റർ ക്യൂബ് വരും ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി ഇത് കപ്പാസിറ്റി ഓഫ് എ ക്യൂബോയിഡൽ ഷേപ്ഡ് ടാങ്ക് ഈസ് 12 ലിറ്റേഴ്സ്. ക്യൂബിൻ്റെ ആകൃതിയുള്ള ഒരു ടാങ്കിൻ്റെ ഉള്ളളവ് 12 ലിറ്ററാണ്. ഈഫ് ദ ഏരിയ ഓഫ് ദി ബേസ്, അതിൻ്റെ ബേസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ബേസ് ഏരിയ ഓഫ് ദി ടാങ്ക് ഈസ് 750 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതിൻ്റെ ബേസ് ഏരിയ 750 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദെൻ വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദി ടാങ്ക്? ടാങ്കിൻ്റെ ഹൈറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റൊന്നും തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, അതായത് വോളിയം തന്നിട്ടുണ്ട്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയമാണ്. അപ്പോൾ വോളിയം നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 12 ലിറ്റേഴ്സ് എന്നാണ് വോളിയം തന്നിരിക്കുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളളവ് അല്ലെങ്കിൽ വ്യാപ്തം. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയമാണ്, അത് 12 ലിറ്ററാണ്. അതിനെ നമ്മൾ മില്ലി ലിറ്ററിലേക്ക് ഇത് മാറ്റണം. കാരണം ഇവിടെ ഈ അളവ് സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത് കാരണം ഇത് മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 12,000 നമ്മൾ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 12,000 ml എന്ന് വരും ഇതിൻ്റെ കപ്പാസിറ്റി, അതായത് വോളിയം. വോളിയം ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 12,000 മില്ലി ലിറ്റർ. ഇനി നമുക്ക് ബേസ് ഏരിയ തന്നിട്ടുണ്ട്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്. ഇതിൻ്റെ വിസ്തീർണം 750 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എൻ്റെ വിസ്തീർണം. അതായത് ഏരിയ കാണാനുള്ള ഇക്വേഷൻ, വിസ്തീർണം കാണാൻ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നീളം ഗുണം വീതി എന്ന് പറയുന്നതാണ് ഏരിയ. നമുക്ക് 750 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വോളിയം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വോളിയം. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ ഇവിടെ 12,000 എന്ന് പറയുന്നത്. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് 750 ഇട്ട് കൊടുക്കാം. കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 750 നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് 750 ഇൻറ്റു ഈ എച്ച് ആണ്. ഇവിടെ താഴെ കാണുന്ന എച്ച് ഈസ് ഈക്വൽ ടു 12,000. അപ്പോൾ എച്ച് മാത്രം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 750 അല്ലേ, അപ്പോൾ എച്ച് മാത്രം കാണാൻ 12,000 എന്ത് ചെയ്താൽ മതി? 750 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ 12,000 750 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,000 750 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് 1 750 ഒരു പ്രാവശ്യം പോകും. ഇനി ഇതിൻ്റെ ബാക്കി 750, ഇതിൻ്റെ ബാക്കി 750 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും 4 12 7 4 11 45 വരും. 4,500 6 ടൈംസ് വരും. അപ്പോൾ അതിൻ്റെ 16 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ എന്ന് ബാലൻസ് വരും. അപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത് എക്സാമിനേഷന് വന്നതാണ്. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.